സുഹൃത്തെ, ആ, നമ്മുടെ ഈ സരളന്റെ വീട് ഇവിടെ ഇവിടെ ഒരുപാട് സരളന്മാരുണ്ട്. ഏത് സരളനാണ്? നാടകത്തിൽ അഭിനയിക്കുന്ന സരളൻ. പൂന്തള്ളൂർ സരളൻ. ആ, അത് ഇതാണ്. ആ, ശരി. ഞാൻ മാതളം ഭരിക്കുന്ന വരികയാണ്. മാത്രം ഭരിക്കുന്ന അതിലാര്? അതിൽ സമ്പടിത്തതാണ്. അയ്യോ, സന്തോഷം കേട്ട കണ്ടേല്. നിങ്ങളുടെ വാരികര നോവലെല്ലാം എന്റെ ഭാര്യ ഇങ്ങനെ മുടങ്ങാതെ വായിക്കാൻ സന്തോഷം. നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേകതയാണ്. സന്തോഷം. കണ്ടതിൽ വളരെ സന്തോഷം. പിന്നെ ബാലകൃഷ്ണനാണ് ഗ്രേസിയെ ഗർഭിണിയാക്കിയെന്ന് തെളിഞ്ഞ മൂടൽ മഞ്ഞില അത് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. അത് തെളിഞ്ഞു. പിന്നെ അത് ഈ നമ്മുടെ ഈ സരളന്റെ വീട്ടിലെ ആരൊക്കെയുണ്ട്? സരളന്റെ അമ്മയുണ്ട്, പിന്നെ ഒരു പഴയ അമ്മാവൻ, പഴയ അമ്മാവൻ, വയസ്സായ അമ്മാവൻ. ശരിയാ. പിന്നെ ഉള്ളത് സരളൻ, പിന്നെ ഒരു ചേട്ടനുണ്ട്. എങ്ങനെ ആള്? ആള് ഇച്ചിരി കുഴപ്പക്കാരനാണ്. മനസ്സിലായില്ല. അടിച്ചു കഴിഞ്ഞ മകാ ചെത്തി. നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, ഇന്റർവ്യൂ ചെയ്തോണ്ടെങ്കിൽ വന്ന പ്രശ്നമാണ്. അത്രയും പെട്ടെന്ന് നിങ്ങൾ പോകുന്നതാണ് നല്ലത്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പുള്ളി വരുന്നതിന് മുമ്പ് നിങ്ങൾ പോകുന്നതാണ് നല്ലത്. നമുക്ക് ഈ സരളന്റെ ഔട്ട്ലൈൻ കിട്ടിയാൽ മതി. അവിടെ ചെന്നാൽ സരളന്റെ ഔട്ട്ലൈൻ കിട്ടും. അങ്ങോട്ട് ചെന്നാൽ ഈ ചേട്ടൻ കുഴപ്പമാണല്ലേ? ചേട്ടൻ പ്രശ്നക്കാരാണ്. ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ട. അതെ, നിങ്ങളിപ്പോ വന്നേ. പക്ഷെ ഞാൻ ജോലിയുണ്ട്, പണിയുണ്ട്. നിങ്ങൾ തന്നെ ചേട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞു. വാന്നേ, കൂട്ടുക. വരണോ? പിന്നെ ഞാൻ ഇവിടെ വരാറുണ്ട്. ഞാൻ കുറെ നാളെ വീട്ടിലോട്ട്. സരളൻ ചേട്ടാ, സരളൻ ചേട്ടാ, ഞാൻ 3 പ്രാവശ്യം ചേട്ടനെ വിളിച്ചു. സാധാരണ 3 പേര് കേട്ടാൽ മാത്രമേ ഞാൻ വേദിയിലേക്ക് വരാറുള്ളൂ. ഞാൻ മാതളം വായിക്കുന്നത്. കുങ്കുമമല്ല, മാതളം സുരേന്ദ്രൻ. ഞങ്ങളുടെ വാരിയിൽ നിങ്ങൾക്ക് വേണ്ടി, നാടകക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കോളം തന്നെ ഉണ്ട്. വായിക്കാറുണ്ട് ഞാൻ. നിങ്ങളുടെ അനുഭവങ്ങൾ വായനക്കാരോട് പങ്കുവെക്കുകയാണ് മാതളം വാരികയിലൂടെ. അയ്യോ, സന്തോഷമേ ഉള്ളൂ, സന്തോഷം. ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നാടകക്കാര് പൊതുവെ ഇപ്പൊ സിനിമയിലേക്ക് കയറിയിരിക്കുകയാണ്. ചേട്ടൻ സിനിമയിലേക്ക് ഒന്നും ശ്രമിച്ചിട്ടില്ല? അമ്മയുടെ വിലക്കുണ്ട്. അമ്മ അസോസിയേഷൻ അംഗമാണ്. അല്ലല്ല, പിന്നെ വല്യമ്മയുടെ വിലക്ക്. വല്യമ്മ വയ്യാതെ തുടങ്ങി, ഞാനാണ് കൂട്ടിയിരിക്കുന്നത്. അവരുടെ വൈകുന്നേരം ചൂടുവെള്ളം കിട്ടുന്നത് എന്റെ ജോലിയല്ലേ. ഓക്കെ 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 ഓക്കെ, നന്നായി നന്നായി. ഈ വീട്ടിലാരൊക്കെയുണ്ട്? ഈ വീട്ടിൽ എന്റെ അമ്മ, എന്റെ കുഞ്ഞനുജത്തി. എന്ത് എന്താ ബന്ധം? എന്ത് എന്ത് ഈ നാടകമല്ലേ? അവനൊരു പൊലിപ്പ് വേണ്ട. അത് വേണം വേണം. എല്ലാരെയും ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടുത്തും. എനിക്കൊന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. പരിചയപ്പെടുത്തി തരാം. അച്ഛൻ കായംകുളം ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ. അമ്മ തിരുവല്ല ഗീത. അത് തിരുവല്ല ഗീത. അച്ഛൻ കായംകുളത്ത് തിരുവല്ല വന്നാണ് അമ്മയെ കല്യാണം കഴിച്ചത്. നാടകമല്ലേ, ഒരു പൊലിപ്പ് വേണ്ടേ? പിന്നെ എന്റെ ഒരു ജ്യേഷ്ഠനുണ്ട്. പറയാതിരിക്കുന്നതാണ് നല്ലത്. അടിച്ചു കഴിഞ്ഞ അയ്യോ പറഞ്ഞു നേരത്തെ പറഞ്ഞു. അപ്പൊ അയാൾ വരുന്നതിന് മുമ്പ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് നല്ലത്. അനുജത്തി ഉണ്ട്. കാഞ്ഞിരംകുളം എന്ത് കാഞ്ഞിരംകുളത്ത് എന്റെ അമ്മാവന്റെ വീട്ടിൽ നിന്നാണ് അവിടെ ടൈപ്പ് പഠിക്കാൻ പോകുന്നത്. നാടകമല്ലേ, ഒരു പൊലിപ്പ് വേണ്ടേ? വേണം. കല്യാണത്തിന് ഞാൻ പാടുന്ന വിഷയങ്ങൾ വേറെ ആയിട്ടോ. ഞാൻ ഒരു ചരിത്രമുള്ള എന്നെ ഇത്രയും തയ്ച്ചാൽ എനിക്ക് ആ ചതവ് പറ്റത്തില്ല. അറിയോ, എന്നെ തയ്ച്ചാൽ അത് ചോദിക്കാൻ എനിക്ക് പറ്റൂ. ഒരു കല്യാണ വീട്ടിൽ പോയി ഞാൻ വന്ന കേട്ടോ നിനക്കറിയത്തില്ല അതിനെ പറ്റി. വിഷമമുണ്ട് കേട്ടോ. അത് ചോദിക്കേണ്ട ഇടാം, ചോദിക്കും. അത് അനിയനായാലും ഏതായാലും ഞാൻ ചോദിച്ചിരിക്കും. ഞാൻ വേണം പോയാ. എന്താ എന്റെ വീട്ടിൽ അങ്ങനെ മനസ്സിലായില്ല. ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. ഇന്റർവ്യൂ റെഡി. ഞാൻ നോക്കി പറയും. അയ്യോ, ചേട്ടനല്ല. പിന്നെ ഈ ചേട്ടനെ. അവനെ അത് ചേട്ടനല്ല, പിന്നെ എന്റെ അനിയനാണ്. അവനെ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ നടക്കട്ടെ. ഞാനൊരു ശല്യമില്ല. ഇവിടെ ഒരു ശല്യമില്ല. പിന്നെ ഇന്റർവ്യൂ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് എനിക്ക് അവനെ വിട്ടു തരണം. എന്താ പ്രശ്നം? എനിക്കൊരു വിഷയം സംസാരിക്കാൻ. എന്നോട് പറഞ്ഞോളൂ. അല്ല, വേറെ വിഷയമാണത്. എന്തായാലും എന്നോട് പറ. ഞാൻ പറയാം. നിർബന്ധം നീ പറയാം.
അല്ല ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ കല്യാണത്തിന് പോകാൻ ഞാൻ 200 ചോദിച്ചു. അല്ല 200 200 രൂപ അവരോട് ഞാൻ ചോദിച്ചു. എനിക്ക് തന്നതെന്നറിയോ 50 രൂപ എനിക്ക് തന്നു. എടാ ഈ 50 രൂപ കൊണ്ട് ഞാൻ ഒരു കല്യാണ വീട്ടിൽ പോയാ ഞാൻ നാണം കെടുത്തില്ലടാ. അയ്യോ നാണം കെടുത്തില്ലേ? ഞാൻ നാണം കെട്ടും. അതെനിക്കൊന്ന് ചോദിക്കണം. തരാം. അപ്പൊ എനിക്ക് ചോദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേട്ടാ കഴിഞ്ഞ വർഷം ഏത് സമിതിയിലായിരുന്നു? ഞാൻ അണിയറായിരുന്നു. ചങ്ങനാശ്ശേരി അണിയറ? ചങ്ങനാശ്ശേരി അണിയറില്ല. പിന്നെ നാടകത്തിന്റെ അണിയറയിലേ നിൽക്കത്തുള്ളത്. മുന്നിലോട്ട് വന്നിട്ടില്ല, സ്റ്റേജിൽ കയറിയിട്ടില്ല. ഓക്കെ, നാടകം എവിടെ നിന്നാണ് പഠിച്ചത്? പൂന ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെന്നാ പറഞ്ഞ? പൂന ഇൻസ്റ്റിറ്റ്യൂട്ട്. നീ ഏത് വീടിന് വെളിയാക്കിയിട്ടില്ല, പൂനായി പോയി. ഞാൻ എല്ലാം വിളിപ്പിക്കാം. സകലം ഞാൻ ഇപ്പൊ തരാം. 5 നോട്ട് 5 എനിക്ക് തന്ന കണക്കാണ്. എനിക്ക് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ നാടകത്തിൽ മറക്കാനാവാത്ത രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായി? അതായത് ഞാൻ ഏതോ കോട്ടയത്ത് ഒരു സമിതി കളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കുഷ്ഠരോഗിയായിട്ട് ഇങ്ങനെ കുഷ്ഠരോഗി ജനങ്ങളൊക്കെ അങ്ങ് പ്രകമ്പനം കൊണ്ടുവരുന്നത് എന്റെ അഭിനയിക്കാനായതുകൊണ്ട് പറയുന്നതല്ല. കുഷ്ഠരോഗി വേണ്ട. അതായത് ഞാൻ കുഷ്ഠരോഗിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് എന്റെ നായിക വരുന്നു. എന്റെ നായിക ജബല ഒരു പൊലിപ്പ്. അങ്ങനെ ഇവള് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കുഷ്ഠരോഗിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇവള് വരും, എന്നെ പുനരാമേണ്ടി വരും. അപ്പൊ എന്റെ ഒരു ഡയലോഗ് ഉണ്ട്. ഡയലോഗ് ഇതായത്: എന്നെ തുടരുത്, എനിക്ക് പകരുന്ന രോഗങ്ങളുണ്ട്. ഇതാണ് ഡയലോഗ്. അപ്പൊ അവളിങ്ങനെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അരുത്, എന്നെ തുടരുത്, എനിക്ക് 11 രോഗങ്ങളുണ്ട്. ഇത് കേട്ടോ എനിക്ക് തെറ്റിപ്പോയി. ഭയങ്കര വിശ്വസിക്കുന്നില്ല. ഞാൻ സ്റ്റേജിന്റെ ഫ്രണ്ട് ഇരിക്കും. സ്റ്റേജിന്റെ ഫ്രണ്ടിയായി ഇരിക്കും. ജനം ഭയങ്കര കയ്യടിയാണ്. അത് ശരി. കയ്യടി എന്ന് പറഞ്ഞാൽ കയ്യടി അങ്ങോട്ട് മൂത്ത് പിന്നെ കൈ കൊണ്ടാണോ കാല് കൊണ്ടാണോ മടക്ക് കൊണ്ടാണോ എനിക്കറിയത്തില്ല. ഞാൻ സ്റ്റേജിൽ കവന്ന് കിടക്കുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അയ്യനാണെന്ന് നോക്കിയില്ല. സഹജമാക്കടിയിലൂടെ കൊടുത്ത് ഞാൻ അപമാനിക്കുന്നതിന് പരിധിയുണ്ട് കേട്ടാ. ഞാനൊന്നും വീഴത്തില്ല, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഇന്റർവ്യൂ നടന്നോട്ടെ. നീ കൂടെ വിളിക്കണ്ട. നിന്നെക്കാൾ മുമ്പേ അമ്മയെ വിളിച്ചവൻ ഞാനാ. മനസ്സിലായില്ല? നാടകത്തില് ആരാണ് ചേട്ടന്റെ ഗുരു? എന്റെ ഗുരു സർവശക്തനായ ദൈവം തമ്പുരാനായ എന്റെ അച്ഛനാണ് നാടകത്തിൽ. അപ്പൊ നീ ഗണപതി, ഞാൻ മുരുകന് വന്നു. ഞാൻ ദൈവത്തെ പോലെ കാണുന്ന എന്റെ അച്ഛനാണ് എന്റെ ഗുരു. ആണല്ലേ? സർവശക്തനായ ചേട്ടൻ അച്ഛൻ ഇപ്പോ എന്റെ അമ്മയെ എന്റെ സഹോദരങ്ങളെ വിട്ടിട്ട് എന്റെ അച്ഛൻ മരിച്ചു. പോയി. എന്തെന്നാ നീ ഇന്നാണോ അറിയുന്ന അച്ഛൻ മരിച്ചായിരിക്കും? നീ ഇന്നറിഞ്ഞോളൂ. എന്റെ അച്ഛൻ ഇവിടെ മരിച്ച് പലപോലും ഇവിടെ കിടന്നിട്ടു. ഒരു തുള്ളി കണ്ണീര് കളം ഇവന്റെ കണ്ണീന്ന് വന്നില്ല കേട്ടോ. ഇവൻ ഇപ്പൊ കിടന്ന കാര്യം നിന്റെ സ്റ്റേജിൽ വീട്ടിൽ വന്ന് അഭിനയിച്ച നീ എന്തിനാ വന്ന? നീ ചോദിച്ചിട്ടാണ് വിട്ടു. അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്? അറ്റാക്കായിരുന്നു പൊന്നച്ഛന്. അറ്റാക്ക് വന്നാണ് മരിച്ചത്? അച്ഛൻ തെങ്ങിൽ വീണ് മരിക്കുന്ന അറ്റാക്കാണ്. എന്റെ അച്ഛൻ മരിച്ച തെങ്ങിൽ വീണ്. എങ്ങനെ? ഇല്ലില്ല. അച്ഛൻ തെങ്ങ് തൊഴിലാളിയാണ്. അച്ഛൻ ഈ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോ ആ സ്വഭാവം അതുപോലാണ് ഇവന് കിട്ടിയത്. സത്യം. അച്ഛനാണ് പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പാണ്. മനസ്സിലായി? അച്ഛൻ ദിവസം ഇങ്ങനെ തെങ്ങ കയറി ഓണത്തിന് തെങ്ങക്കാരാണ് വന്നപ്പോ കുറെ പെൺപിള്ളേർ ഓണത്തിന് വിരുന്ന് വന്ന പിള്ളേരായിരിക്കാം. അവര് വന്ന് താഴോട്ട് നോക്കി, താഴെ മേലോട്ട് നോക്കിയാണ്. അപ്പൊ അച്ഛൻ പെണ്ണുങ്ങളെ കണ്ടപ്പോ കാലളി അച്ഛൻ്റെ താഴോട്ട് നോക്കിക്കൊണ്ട് പെണ്ണുങ്ങളെ നോക്കി തെങ്ങ കയറുക. പെണ്ണുങ്ങളെ താഴെ കൊണ്ട് കൈയെടുത്തു. അച്ഛൻ ഇങ്ങനെ എടുത്തു. അങ്ങനെ കയറി തെങ്ങ് കവിഞ്ഞ് താഴെ പോയത്. മണ്ടയിലേക്ക് തെങ്ങ് താഴെ നോക്കിക്കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ താഴെ പൊതിഞ്ഞൂടാ.
ഓക്കെ ഓക്കെ, ഒരുപാട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഏതെങ്കിലും ഒരു നാടകത്തിലെ ഒരു രംഗം അയ്യോ ഒന്ന് അഭിനയിച്ച് കാണിക്കാം. ഒരുപാട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒത്തിരി നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി നാളായി നാടകം അഭിനയിച്ചിട്ട് അങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയല്ലോ നല്ല വേഷം, ഏതെങ്കിലും നല്ല വേഷം, കിടന്ന വേഷം. അത് ഞാൻ എറണാകുളത്ത് ഒരു സമിതി എടുത്തൊരു വേഷമുണ്ട്, അതായത് പഴശ്ശിരാജ. ആ ഒരു വേഷം നീ ചെയ്തിട്ടുണ്ട്. പരിധിയുണ്ട്, നീ ചെയ്യടാ. പഴശ്ശിരാജ ഞാൻ കാണിച്ചു. അതായത് അപ്പൊ ഹലോ സുഹൃത്തെ, എന്നോടൊന്ന് സഹായിക്കണം. ഇതിൽ പുള്ളി ഡൽഹൌസി പ്രൊവൈഡ് നിൽക്കുക. ഡൽഹൌസി അതെ, ഞാൻ പഴശ്ശിരാജ. അപ്പൊ ഞാൻ വന്നിട്ട് എന്റെ ഡയലോഗ് ഉണ്ട്, ചെയ്യണം. ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വന്നിട്ട് കേരളം വിട്ട് പോകാൻ പറയും. അപ്പൊ പറയണം നോ നോ നോ, ഞാൻ കേരളം വിട്ട് പോകില്ല, ഞാൻ ഒരിക്കലും കേരളം വിട്ട് പോകില്ല. ഇതാണ് ശരി. ഹലോ പഴശ്ശിരാജ. ഞാൻ കേരളവർമ്മ പഴശ്ശിരാജ കുറച്ചു കാലം ടിപ്പു സുൽത്താനോടൊപ്പം മൈസൂർ പടയെ നയിച്ചു. പിന്നെ ഞാൻ കേരളത്തിലേക്ക് എത്തി. കേരളത്തിന്റെ വടക്കൻ മേഖല മുഴുവനും ഞാൻ പിടിച്ചടക്കി. എന്റെ കേരളത്തിൽ നിന്നും കുരുമുളകും ഏലക്കായും മോട്ടിക്കാമെന്ന ബ്രിട്ടീഷ് പട്ടി ഓടാ എന്റെ കേരളത്തിൽ നിന്ന്. കേരളത്തിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. ഇറങ്ങി പോടാ എന്റെ കേരളത്തിൽ നിന്ന്. കുരുമുളകും ഞങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുപോകും. എന്റെ കുരുമുളക് മോട്ടിക്കാമെന്ന ബ്രിട്ടീഷുകാർ കേരളത്തിനെ കമഴ്ത്തും. ഇറങ്ങിപ്പോ എന്റെ കേരളത്തിൽ നിന്ന്. പോകത്തില്ല. ഇറങ്ങിപ്പോകാൻ ചെയ്യട്ടെ. ബ്രിട്ടീഷ് ഇപ്പോ ഞാൻ സുഖം റബ്ബറിട്ടാ പോണം. എന്റെ ചേട്ടാ, ഇത് നാടകമാണ്, അഭിനയമാണ്. ഒന്ന് പൊലിപ്പിക്കാൻ സമ്മതിക്കില്ല. ഒന്ന് പൊലിപ്പിക്കാൻ ഇത് വേണ്ട. ഇത് പഠിച്ചാലേ വേണ്ട. വേറെ ചരിത്രമുണ്ട്. അതായത് ഞാൻ സുഭാഷ് ചന്ദ്രബോസ് ആയിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന സമയത്ത് ചരിത്രമാണ്. അപ്പൊ അതിൽ ഇയാളൊരു വേഷം ചെയ്യണം. പോരാ, ഞാനിതൊന്ന് ചെയ്തിട്ട് പൊയ്ക്കോട്ടെ പ്ലീസ്. ഞാൻ പറയുന്നത് ഞാൻ സുഭാഷ് ചന്ദ്രബോസ്, നിങ്ങളാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. നീ ഒന്ന് ഗാന്ധിയായിട്ട് നിൽക്കുക. എനിക്ക് ഗാന്ധിയായിട്ട് നിൽക്കാൻ പറ്റില്ല. നീ മഹാത്മാഗാന്ധിയായിട്ട് ഒന്ന് നിൽക്കുക. എനിക്ക് ഗാന്ധിയായിട്ട് നിൽക്കാൻ പറ്റില്ല. എനിക്ക് ബ്രിട്ടീഷുകാരനാവാം, എന്റെ ഗാന്ധിയാവാം. എല്ലാം പറയില്ലേ, പല്ലുപേതി കൊണ്ടുവരും. നോ പ്രോബ്ലം. ചോദിച്ചോട്ടെ, എത്ര വിനയമോഹം നശിപ്പിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത്രയും നല്ല നല്ല വേഷങ്ങൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ? അയ്യോ, അവാർഡ് അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കിട്ടാത്ത കാര്യത്തെ പറ്റി പിന്നെ ഞാൻ ചിന്തിക്കില്ല. അതെ, ഒരു കാര്യം കൂടി ചോദിച്ചോ. വാപ്പ ചോദിക്കുന്നത് വിചാരിച്ചോ, ചേട്ടൻ വിവാഹം കഴിഞ്ഞാണോ? വിവാഹം എന്റെ സ്വപ്നത്തെ പോലുള്ള ഒരു കന്യകനായിട്ട് ജീവിക്കണം, അതാണ് എന്റെ ആഗ്രഹം. കല്യാണം കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി രമണി, കൂത്താട്ടുള്ള ഓമന, കാരണം സുനിത ഇവളുമാരെല്ലാം കയറി വരും. എന്നോടൊന്നും ചോദിക്കണ്ട. ഒരേ ഒരു ചോദ്യം. ഞാൻ എന്തോ എന്തോ ഞാൻ ഒരു
ഒരാൾ വീട്ടിൽ വരുമ്പോ എങ്ങനെ ഒന്നോടാ പെരുമാറുന്ന സ്ഥല ചേട്ടൻ എന്ത് മേടാണ് ചേട്ടൻ ഇവിടെ കിടന്ന് കാണിച്ചു? ഞാൻ ചേട്ടൻ മോശമല്ല, പുള്ളി നല്ല രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കുകയല്ല. ഞാൻ ഒന്നും മിണ്ടില്ലല്ലോ. എന്തൊക്കെ വൃത്തിയാണ് ചേട്ടൻ ഇവിടെ കിടന്ന് വിളിച്ചു? ഞാൻ എന്താ പറഞ്ഞു? എന്തോ പറഞ്ഞോ ചേട്ടൻ? ആ പുള്ളിയുടെ സ്ഥാനത്ത്, ആ ചേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അടിച്ച് ചേട്ടനെ ചെവിക്കേക്ക് വിളിച്ചേനെ. സശിവ അറിഞ്ഞൂടെ അണ്ണന്റെ സ്വഭാവം. എന്നെ അടിയും ഒന്നും ഇനി സംസാരം വേണ്ട. ഇനി അടി കഴിഞ്ഞിട്ടുള്ള സംസാരം അടിച്ചു നോക്കടാ അണ്ണനാ കാണാം. സംസാരം വേണമെന്ന് എന്റെ വീട്ടിൽ വന്നെ അല്ല അല്ല ചേട്ടാ അടിക്കാൻ ചേട്ടനെ കൈവച്ച് ചേട്ടാ കൈവിട്ടോ ഒരു പോച്ചിൽ എത്ര ഇപ്പൊ എത്രയായി? അഞ്ച് പൂച്ചമില്ല. അപ്പൊ നീ നേരത്തെ പറഞ്ഞ സംഖ്യയാവും. പുള്ളി നല്ല കണക്ക് കറക്റ്റാണ്. അതിനാണ് എപ്പോഴും ജീവിതത്തിൽ അതുണ്ടാവണം. നല്ല പയ്യനാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ നീ ഒരു കാര്യം ചിന്തിക്കണം. സ്വന്തം അനുജൻ വീട്ടിൽ ഗുണ്ടയെ വരുത്തി തല്ലിച്ചു. സ്വന്തം അനുജൻ ഇങ്ങനെ പാടുള്ള ഒരു ചേട്ടനോട് ധർമ്മം ചോദിച്ചിരിക്കും. നീ എന്നെ ഗുണ്ടാ വരുത്തി തല്ലിച്ചിട്ട് അകത്തോടിക്കുന്നതാണ് സാരാണോ? നിന്റെ ചോരോട് ഞാൻ അത്തപ്പും വാടാതിവിടെ സരളോ എന്തൂടാ ഇത്? പോയി ജ്യേഷ്ഠന്മാർ കനിയന്മാരെ ഒന്നും പറഞ്ഞുകൂടാ. ഇവിടെ ജ്യേഷ്ഠന്മാർ കനിയന്മാരെ വിശ്വസിച്ചുകൂടാ. ഉടനെ മണലി പിടിച്ച് ചാടി ഇറങ്ങുന്നതോടാ മര്യാദ. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചടാ സരള? നമ്മുടെ വീട്ടിലെല്ലാം നടക്കുന്നുള്ളൂ ഈ അടിയങ്ങളും. അപ്പുറത്തുള്ളവരെല്ലാം തന്നെ കളിയാക്കി ചിരിക്കുന്നു. തല വെച്ച പേരിക്കും മേടി വെച്ച ഉറപ്പായിരിക്കും. ഞാനിപ്പോ ഏതാണെന്ന് പറഞ്ഞു നീ ഇപ്പൊ എന്റെ തല പൊട്ടിച്ചോടാ തള്ള മോനെ മോനെ. ഇവിടെയാണ് ഞാൻ ഉമ്മ കൊടുക്കുന്നത്. കൊണ്ടുവെക്ക് മടലം കൊണ്ടുവെക്ക് അമ്മയ്ക്ക് തീയരിക്കാനുള്ള മടല കൊണ്ടുവെക്ക് മോനെ. കാല് മുറിയും. കൊണ്ടുവെക്ക് അത് കൊണ്ടുവെക്കട. ഇവരോട് തന്നാലും ഞാൻ എന്തോ ചെയ്തേനെ. പക്ഷേ എന്തുകൊണ്ട് അവൻ തല്ലിയില്ല? ജലത്തിലെ വലിയ മണൽ പിടിച്ച് ആളുകൾ വന്നിട്ട് എന്തുകൊണ്ട് എന്നെ തല്ലിയില്ല? അതിന് ചങ്കൂറ്റം വേണം, ചങ്കൂറ്റം. ഗർഭനാണെങ്കിൽ ദേഷ്യം വരെയും ചെയ്യും. ദേഷ്യം വന്നാൽ മണലെടുക്കുകയും മണലെടുത്ത തലക്കടിക്കുകയും തലക്കടിച്ച ചോര വരെയും ചെയ്യും. മനസ്സിലായി? ധർമ്മനാണെങ്കിൽ ദേഷ്യം വരെയും ദേഷ്യം വന്നാൽ മണലെടുക്കും, മണലെടുത്താൽ തലക്കടിക്കും, തലക്കടിച്ച അതിനെന്താണ്? എനിക്ക് ദേഷ്യവും വരുന്നില്ല, മണലെടുക്കുന്നുമില്ല, തലക്കടിക്കുന്നുമില്ല, ചോര വരുന്നുമില്ല. നിനക്ക് 2 എണ്ണം തന്നാലേ നീ പഠിക്കൂ. എടാ ചേട്ടാ, നിനക്ക് 2 എണ്ണം തന്നാലേ ഞാൻ കഴിച്ചോ.
രണ്ടെണ്ണം കൊണ്ടപ്പോ സൂചിച്ചെന്ന് തോന്നുന്നു. പക്ഷേ ഇവരിതെന്നെ തന്നിരുന്നെങ്കിൽ ഞാൻ അന്നേ നന്നായേനെ.